ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടീക്കിൻഡർ ആണ്. അപ്പൊ എന്താണ് ഒരു ടീക്കിൻഡർ? അതായത് ടീക്കിൻഡർ മീൻസ് സിംപ്ലി ഒരു പൈത്തന്റെ ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ടീക്കിൻഡർ എന്ന് പറയാം. സോറി, പൈത്തന്റെ GUI, പൈത്തണിന്റെ GUI-നെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ടീക്കിൻഡർ എന്ന് പറയാം. എന്താണ് GUI? GUI മീൻസ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. അതായത് ഇത്രയും കാലം നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്തല്ലോ, അതായത് നമ്മൾ പൈത്തണിൽ വർക്ക് ചെയ്തല്ലോ, അതെല്ലാം ഐഡില് പ്രോഗ്രാമിംഗ് അറിയാവുന്ന ഒരാൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ്. ഇങ്ങനെയല്ലാണ്ട് പ്രോഗ്രാമിംഗ് അറിയാത്ത ഒരാൾക്ക് മുമ്പിലേക്ക് എങ്ങനെ പൈത്തണിനെ കൊടുന്ന് കാണിക്കും, അതാണ് നമ്മൾ ടീക്കിൻഡറിൽ പറയുന്നത്. ഡെമോ സെഷൻ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം, ഡെമോയിൽ നമുക്കൊരു സെപ്പറേറ്റ് വിൻഡോ ആണ് പൈത്തണിന് വേണ്ടിയിട്ട് പ്രസന്റ് ആയേ. അപ്പൊ അതിനായിട്ട് ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഒരു ഞാനിതാ അതിനായിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, എന്റെ പൈത്തന്റെ ഇവിടെ ഞാൻ ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ് കേട്ടോ. ആ ന്യൂ ഫോൾഡറിന് ഞാൻ നെയിം കൊടുക്കുന്നത് ജസ്റ്റ് teakinder_sample എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു പൈത്തന്റെ ഐഡിയിൽ ഓപ്പൺ ചെയ്തു, അതില് ഒരു ന്യൂ ഫോൾഡർ എടുത്തു. ഈ ന്യൂ ഫയലിനെ ഞാൻ സേവ് ചെയ്യുന്നത് ഈ ഡെസ്ക്ടോപ്പിൽ ഈ ഫോൾഡറിലേക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒരു പ്രൊജക്ട് ഈ ഫോൾഡറിൽ ചെയ്ത് കാണിച്ചിട്ടാണ്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു രജിസ്ട്രേഷൻ ഫോം ആണ്, അതുകൊണ്ട് reg.py എന്നുള്ള പേരിൽ ഞാൻ സേവ് ചെയ്തു. ഇനി ഇപ്പൊ നോർമലി ഇങ്ങനെ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഷെല്ലിലാണ് ഔട്ട്പുട്ട് കിട്ടുക അല്ലേ. ടീക്കിൻഡറിൽ നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഔട്ട്പുട്ട് സ്ക്രീൻ എന്ത് വരണം, സെപ്പറേറ്റ് ആയിട്ട് ഒരു വിൻഡോയിൽ വരണം. അങ്ങനെ വരാനായിട്ട് ടീക്കിൻഡറിലാണല്ലോ അത് വരിക. അപ്പൊ ടീക്കിൻഡർ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ആയിട്ട് എനിക്ക് എന്ത് വേണം, ടീക്കിൻഡറിനെ ഇമ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് ഇമ്പോർട്ട് ടീക്കിൻഡർ. ടീക്കിൻഡർ എന്ന് പറയുന്നത് പൈത്തണിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് കേട്ടോ. അതിനെ ഇമ്പോർട്ട് ചെയ്തു. നെക്സ്റ്റ് ആയിട്ട് എനിക്ക് വേണ്ടത്, ഇപ്പോഴും ഇത് റൺ ചെയ്തു, എനിക്ക് പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പൈത്തണിൽ എന്ത് ചെയ്യുകയാണെങ്കിലും അതൊക്കെ എന്ത് വേണം, ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് സേവ്ഡ് ആയിരിക്കണം. നമ്മൾ ഫയൽ ഓപ്പറേഷൻസ് ചെയ്യുമ്പോഴും SQL ഓപ്പറേഷൻ ചെയ്യുമ്പോഴും എന്തൊന്ന് ചെയ്യുമ്പോഴും പഠിച്ചത് എന്താ, അതിനൊക്കെ ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് സേവ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ നമ്മുടെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് T എന്ന് പറയുന്ന വേരിയബിളിലേക്ക് teakinder.tk എന്ന് പറയുന്ന ലൈബ്രറിനെ സേവ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, എന്തൊരു സംഭവം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അതിനെ ക്ലോസ് ചെയ്തിരിക്കണം. ടീക്കിൻഡറിനെ ക്ലോസ് ചെയ്യാനായിട്ടാണ് T.main ലൂപ്പ്. ഈ T എന്നുള്ള സ്ഥാനത്ത് ഏത് വേരിയബിൾ ആണോ ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്, ആ വേരിയബിൾ .main ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് വേണം ക്ലോസ് ചെയ്യാൻ. ഇനി ഞാൻ ഈ പ്രോഗ്രാമിനെ റൺ ചെയ്തു. ഇപ്പൊ എനിക്ക് എന്താ സംഭവിച്ചേ, TK എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ട്രാ വിൻഡോ ഇവിടെ വന്നത് കണ്ടോ. ഇതിലാണ് ഇനി നമ്മൾ ചെയ്യുന്നതൊക്കെ വരണ്ടേ. അതിനു മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാൻ പോവാ. ഫസ്റ്റ് ആയിട്ട് ഇവിടെ TK എന്നാണ് ടൈറ്റിൽ കാണുന്നത്. ആ TK എന്നുള്ള ടൈറ്റിൽ ഞാൻ മാറ്റാനായിട്ട് പോവുകയാണ്. അത് മാറ്റാനായിട്ടാണ് T.title ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ടെക്സ്റ്റ് T.title എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എനിക്ക് എന്ത് ടൈറ്റിലാണ് കൊടുക്കണ്ടേന്ന് നോക്കുക. ഇവിടെ എനിക്ക് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ വേണ്ട, പ്രൊഫൈൽ എന്നാണ് എനിക്ക് വരേണ്ടത്. പ്രൊഫൈൽ വന്നു. ഇനിതാ ഞാൻ റൺ ചെയ്യാണ്. ഇപ്പൊ എനിക്ക് ഇവിടെ പ്രൊഫൈൽ വന്നില്ലേ. പിന്നെ അതുപോലെ തന്നെ എനിക്കിത് ഓപ്പൺ ചെയ്ത് വരുമ്പോ കുഞ്ഞി സ്ക്രീനാണ് വരുന്നത് അല്ലേ. ഈ കുഞ്ഞി സ്ക്രീൻ അല്ലാതെ എനിക്ക് കുറച്ചുകൂടെ വലിയൊരു സ്ക്രീൻ വരണം. അങ്ങനെ വലിയ സ്ക്രീൻ വരാനായിട്ടാണ് T.geometry. T എന്ന് പറയുന്നത് ഈ ബോക്സിനെ ഇപ്പൊ നമ്മൾ T എന്ന് പറയുന്ന വേരിയബിൾ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ബോക്സിന്റെ ജോമെട്രി എന്ന് പറയുന്നത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ 500x500. ഒരു കാര്യം ഞാൻ പറയാം, ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത് ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഓക്കെ തന്നെ. ഇവിടെ ഇൻറ്റു എന്ന് പറയുന്നത് ടീക്കിൻഡറിൽ സപ്പോർട്ട് ചെയ്യില്ല. ഈ ഇൻറ്റു പകരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കീബോർഡിലെ Z-അപ്പുറത്തുള്ള X എന്ന് പറയുന്ന വേരിയബിൾ വേണം യൂസ് ചെയ്യാൻ. എന്ന് വെച്ച് ടീക്കിൻഡറിൽ എല്ലായിടത്തും ഈ X തന്നെയാണ് ഇൻറ്റുവിന് പകരം യൂസ് ചെയ്യാന്ന് ഒരിക്കലും ബിലീവ് ചെയ്യരുത്. ഈ ജോമെട്രിയുടെ കേസിൽ മാത്രം, ഞാൻ വീണ്ടും പറയുന്നുണ്ട്, ഈ ജോമെട്രി എന്ന് പറയുന്ന ഒരൊറ്റ വേരിയബിളിന്റെ കേസിൽ മാത്രമാണ് X വർക്കിംഗ് ആവുന്നത് കേട്ടോ. ഇനി ഇതാ ഞാൻ റൺ ചെയ്തു. ഇപ്പൊ എനിക്ക് എന്ത് വന്നു, അത്യാവശ്യം വലിയൊരു വിൻഡോ വന്നു. ഇനി വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം എനിക്ക് കൂട്ടണമെങ്കിൽ ഒരു സൈഡ് മാത്രം കൂട്ടി കൊടുക്കാം. ഓക്കെ, നീളം കൂട്ടണമെങ്കിൽ നീളം കൂട്ടാം. അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇവിടെ എന്തായാലും ഞാനൊരു 500x500 എന്നുള്ള ഒരു റേഷ്യോയിലാണ് ഉദ്ദേശിക്കുന്നത്.
ഇനി നെക്സ്റ്റ് ആയിട്ട് എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ടൈറ്റിൽ പ്രിന്റ് ആയി വരണം. അപ്പൊ എന്ത് സാധനവും പ്രിന്റ് ചെയ്ത് വരാനായിട്ട് ലേബൽ എന്നുള്ളത്, അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ എഴുതി വരാനായിട്ട് റൈറ്റിംഗ് കാണാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് എന്ന് പറയുന്നത് ലേബൽ എന്ന് പറയുന്ന കീവേഡ് ആണ്. അപ്പൊ ഇത് ഞാൻ അവിടെ യൂസ് ചെയ്യാണ് tkinter ഡോട്ട് ലേബൽ എന്ന് പറഞ്ഞിട്ടാണ് ലേബലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. tkinter ഡോട്ട് ലേബൽ L ക്യാപിറ്റൽ ആയിരിക്കൽ നിർബന്ധമാണ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ടെക്സ്റ്റ് ഈക്വൽ ടു ഡബിൾ ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞിട്ട് ആ ലേബലിൽ എന്ത് ടെക്സ്റ്റ് ആണ് വരണ്ടേന്ന്. ഇവിടെ അപ്പൊ തന്നെ ഞാൻ ഹെഡിങ് കൊടുക്കുന്നത് പ്രൊഫൈൽ ക്രിയേഷൻ എന്നാണ് എനിക്ക് ടൈറ്റിൽ വരേണ്ടത്. ഓക്കെ, ഇത്രയും ഞാൻ കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഞാൻ റൺ ചെയ്തു. എനിക്ക് എന്തെങ്കിലും വന്നോ? ഇല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് എന്തെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാണ്ട് നമുക്ക് ഇതിനെ കിട്ടില്ല. ഇതിനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പൊസിഷൻ പ്ലേസ് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമുക്കിവിടെ ഒരു ലൊക്കേഷൻ, അതായത് ഈ പ്രൊഫൈൽ ക്രിയേഷൻ എന്നുള്ളത് ഈ പേജിന്റെ എവിടെ വരണം എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് മുന്നിൽ 3 മെത്തേഡ് ഉണ്ട്. ഗ്രിഡ് ഉണ്ട്, പാക്ക് ഉണ്ട്, പ്ലേസ് ഉണ്ട്. അതിൽ ഞാൻ നിങ്ങൾക്ക് പ്ലേസ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് എല്ലാം പറഞ്ഞു തരാൻ പോകുന്നത്. അതിനു മുമ്പ് ഗ്രിഡും പാക്കും ഒക്കെ വെച്ചാൽ എന്ത് സംഭവിക്കാന്നും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇവിടെ തന്നെ ഞാൻ ജസ്റ്റ് ഡോട്ട് പാക്ക് എന്ന് കൊടുത്തു. പാക്ക് മെത്തേഡാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ റൺ ചെയ്തു. ഇപ്പൊ എനിക്ക് ഇവിടെ പ്രൊഫൈൽ ക്രിയേഷൻ എന്ന് വന്നല്ലോ. ഇനി അതേപോലെ ഞാൻ നെക്സ്റ്റ് ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്യാണ്. tkinter ഡോട്ട് ലേബൽ text equal to double inverted first name ഒക്കെ ഒന്ന് ഭംഗിയാക്കി കൊടുക്കാം അല്ലെ. ഫസ്റ്റ് നെയിം ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുന്നു, ഡോട്ട് പാക്ക് ആക്കി കൊടുക്കുന്നു, റൺ ചെയ്യുന്നു. അപ്പൊ അതായത് എനിക്ക് ഫസ്റ്റ് നെയിം അടിയിൽ വന്നു. ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ലാസ്റ്റ് നെയിം കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നെയിം കഴിഞ്ഞ് നെക്സ്റ്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് ലാസ്റ്റ്, അല്ലെങ്കിൽ വേണ്ട, ലൊക്കേഷനും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി ഇതായത് ഞാൻ റൺ ചെയ്തു. ഇപ്പൊ എനിക്ക് പ്രൊഫൈൽ ക്രിയേഷൻ, ഫസ്റ്റ് നെയിം, ലൊക്കേഷൻ ഒക്കെ വന്നു. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഓർഡർ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ എനിക്ക് ഓർഡർ ആക്കി ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഗ്രിഡ് എന്ന് പറയുന്ന മെത്തേഡ്. ഗ്രിഡ്. പക്ഷെ ഗ്രിഡിൽ നമ്മൾ ചുമ്മാ ഗ്രിഡ് എന്ന് കൊടുത്താൽ പോരാ. ഗ്രിഡിൽ എങ്ങനെയാണ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാന്ന് വെച്ചാല് റോസ് ആൻഡ് കോളംസ് ആയിട്ടാണ് നമ്മളെല്ലാം അറേഞ്ച് ചെയ്യുക. റോസ് ആൻഡ് കോളംസ് ആയിട്ട് അറേഞ്ച് ചെയ്യാ മീൻസ് ഇത് സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഇത് നമ്മളെ എക്സ് ആക്സിസും ഇത് നമ്മുടെ വൈ ആക്സിസും ആണ്. അപ്പൊ ഗ്രിഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സും വൈയും ആക്സിസ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക. ഇത് 0,0 ആണ്. 0x-ഉം 0y-യും ആ ഒരു രീതിയിലാണ്, 0,1 ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ കൊണ്ടുപോവുക. അപ്പൊ ഇതാ ഇവിടെ എക്സ് വൈ ആക്സിസ് ഏതാന്ന് പറഞ്ഞു കൊടുക്കുക. ഐ മീൻ കോളവും റോവും. അപ്പൊ ഇതാ ഞാൻ കൊടുക്കുകയാണ് റോ ഈക്വൽ ടു 5, കോളം ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. ഇവിടെ റോ ഈക്വൽ ടു 6 എന്നും കോളം ഈക്വൽ ടു 7 എന്നും 4 എന്നും കൊടുത്തു. നെക്സ്റ്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് റോ ഈക്വൽ ടു 3 എന്നും കോളം ഈക്വൽ ടു 2 എന്നും കൊടുത്തു. ഇനി ഇതാ ഞാൻ ഈ പ്രോഗ്രാമിനെ റൺ ചെയ്യാം. ഇപ്പൊ നോക്കിയാൽ ഇതൊക്കെ എന്തൊക്കെയോ ഒരു ലൊക്കേഷനിലേക്ക് വന്നില്ലേ. പക്ഷെ ജെനുവിൻലി പറയുകയാണെങ്കിൽ എനിക്കിവിടെ ഇങ്ങനെയല്ലല്ലോ വരണ്ടേ. ഞാൻ ഇതെവിടെ റോ ഈക്വൽ ടു 0, കോളം ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഈ 6-ഉം 4-ഉം 3-ഉം 2 ഇതിനൊക്കെ ഇടയിൽ ആക്ച്വലി എനിക്ക് ഗ്യാപ്പ് വരേണ്ടതല്ലേ. പക്ഷെ ഗ്യാപ്പ് വരുന്നില്ല, ഡിസോർഡർ ആയിട്ടാ വരുന്നത്. റീസൺ എന്തുട്ടാ, ഗ്രിഡിൽ നമുക്ക് കമ്പ്യൂട്ടറും ഒരു കൺട്രോൾ എടുക്കുന്നുണ്ട്, നമ്മുടെ കയ്യിൽ ഫുള്ള് കൺട്രോളും ഇല്ല. ഇതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് പ്ലേസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ നമുക്ക് പ്ലേസ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യാന്നുള്ളത് നോക്കാം. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് ഇപ്പൊ പാക്കും ഗ്രിഡും നമുക്ക് മനസ്സിലായി, നമ്മുടെ രീതിയിലുള്ള ഓർഡർ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ആയിട്ട് ഞാൻ പ്ലേസ് മെത്തേഡ് വെച്ചിട്ട് ഇത് എങ്ങനെയാ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞുതരാൻ പോവാണ്. പ്ലേസ് മെത്തേഡ് വെച്ചിട്ട് അറേഞ്ച് ചെയ്യാന്ന് വെച്ചാല് എക്സ് കോമ വൈ ആക്സിസ് വെച്ചിട്ടാണ്, എക്സ് ആക്സിസും വൈ ആക്സിസും വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് 0,0-യിലാണ് കേട്ടോ. 0,0 മുതൽക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0,1, 0,2 അല്ലെങ്കിൽ 1,01 അങ്ങനെയുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക്
പ്ലേസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പൊ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇതെല്ലാം കളയാണ്. എന്നിട്ട് ഇതിനൊക്കെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? പ്ലേസ് മെത്തേഡ് വെച്ചിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. പ്ലേസ് മെത്തേഡ് വെച്ചിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് പ്ലേസ് എന്ന് പറയുന്ന കീവേഡ് തന്നെയാണ് യൂസ് ചെയ്യുക. പ്ലേസ് എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0 എന്ന് ഞാൻ കൊടുത്തു. ഇവിടെ ഒന്നും ഞാനൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിനെ റൺ ചെയ്ത് നോക്കാം. എക്സും വൈയും അറ്റത്തെത്തിണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പോവാണ്? ഡോട്ട് പ്ലേസ് എക്സ് ഈക്വൽ ടു 25 വൈ ഈക്വൽ ടു 0 കൊടുത്തു. അപ്പൊ എന്തുണ്ടായേ? ഇവിടെ എറർ വന്ന പാലസ് അല്ല കേട്ടോ, പ്ലേസ് ആണ് കേട്ടോ. ഇതിനെ ഞാൻ റൺ ചെയ്തു. ഇപ്പൊ എന്താണ്ടായേ നോക്കിയ? പ്രൊഫൈലിനെ ഓവർ റൈറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് നെയിം, അതായത് കുറച്ചുകൂടെ നമുക്ക് സ്പേസ് കൂട്ടി കൊടുക്കണം എന്നർത്ഥം. ഞാൻ ഒരു 45 ഇട്ട് കൊടുത്തു. അപ്പോഴും എന്താ പ്രൊഫൈൽ ക്രിയേഷന്റെ അടുത്ത് തന്നെയാ. അപ്പൊ ഞാൻ ഇതൊക്കെ മാറ്റിയിട്ട് ഒരു 150 ഇട്ട് കൊടുത്തു. ഇപ്പൊ എന്താണ്ടായേ? ഇപ്പൊ എനിക്ക് ഫസ്റ്റ് നെയിം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വന്നു. അപ്പൊ എക്സ് നീട്ടും തോറും എന്താ സംഭവിക്കുക? ഇവിടെയാണ് നീളം കൂടുക. ഇങ്ങോട്ടേക്ക് പോകണമെന്ന് വെച്ചെങ്കിൽ എന്ത് വേണം? പ്ലേസിലാണ് ചേഞ്ച് കൊടുക്കണ്ടേ. അപ്പൊ അത് ഞാൻ പ്ലേസ് ഒരു 50 ആക്കി കൊടുത്തു. ഇപ്പൊ എന്താണ്ടായേ? ഇത് അടിയിലേക്ക് വന്നു. ഇനി ഈ പ്രൊഫൈൽ ക്രിയേഷൻ എന്ന് പറയുന്നത് ഹെഡിങ് അല്ലേ? ഹെഡിങ്ങിനെ ഒന്ന് സെൻട്രിക് ആക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? 90 ആക്കി കൊടുക്കുകയാണ്. അപ്പൊ എന്തുണ്ടായ? ഹെഡിങ് ഏറെക്കുറെ സെൻട്രിക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് അതുപോലെ തന്നെ എന്ത് ചെയ്യാനായിട്ട് പോവാണ്? അപ്പോ ഇവിടെ ഇനി ഞാൻ ഇതിനെ ഒന്ന് ബാക്കിക്ക് ആക്കാൻ പോവാണ്. ഇവിടെ ഞാൻ 50 ആക്കി കൊടുക്കുകയാണ്. അപ്പൊ ഇതാ എക്സിന്റെ പൊസിഷൻ 50 ആയി. ഓക്കെ. ഇനി നെക്സ്റ്റ് ആയിട്ട് ലൊക്കേഷന്റെ പ്ലേസ് ഞാൻ ഇതേപോലെ എന്ത് ചെയ്യാൻ പോവാണ്? എക്സ് ഈക്വൽ ടു 50 തന്നെ വൈ ഈക്വൽ ടു ഒന്നുകൂടെ അടിക്കാക്കുകയാണ്. കാരണം എക്സിന്റെ പൊസിഷൻ ഇതിന്റെ അടിയിൽ തന്നെ ആയാലും കുഴപ്പമില്ല. പക്ഷെ വൈ എന്ന് പറയുന്നത് ഒന്നുകൂടെ അടിയിൽ കിട്ടാനായിട്ട് ഞാൻ എന്ത് യൂസ് ചെയ്യണം? 100 യൂസ് ചെയ്യാണ്. ഇപ്പൊ എന്താണ്ടായ? ഫസ്റ്റ് നെയിമിന്റെ നേരെ അടിയിൽ ലൊക്കേഷൻ വന്നു. ഇനി ഈ പ്രൊഫൈൽ ക്രിയേഷൻ, ഫസ്റ്റ് നെയിം, ലൊക്കേഷൻ ഇതൊന്നും കാണാനായിട്ട് ഒരു ഭംഗിയില്ല. അപ്പൊ ഞാൻ അതിന് കുറച്ച് ഭംഗി കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് BG. ഞാൻ ഇതിവിടെ BG ഈക്വൽ ടു ഡബിൾ ഇൻവേർട്സിൽ ഇൻഡിഗോ കൊടുത്തു. ഇനി ഞാൻ ഇതിനെ റൺ ചെയ്തു. ഇപ്പൊ എന്താണ്ടായേ? ഈ പ്രൊഫൈൽ ക്രിയേഷന്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഡിഗോ കളർ ആയില്ലേ? എനിക്ക് അതേസമയം അതിന്റെ ഫോണ്ടിന്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ FG എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്താൽ മതി. FG ഈക്വൽ ടു ഞാൻ വൈറ്റ് യൂസ് ചെയ്തു. ഇപ്പൊ എന്താ സംഭവിച്ചേ? അതിന്റെ റൈറ്റിങ്സ് വൈറ്റ് ആയില്ലേ? നെക്സ്റ്റ് ആയിട്ട് എനിക്ക് എന്ത് വേണം? ഫോണ്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി എന്ത് ചെയ്യാനായിട്ട് പോവാണ്? 2 ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിനകത്ത് ഈ ഫോണ്ടിന്റെ സ്റ്റൈല് മൊത്തത്തിൽ മാറ്റാൻ പോവുക. ഈ ഫോണ്ട് എന്ന് പറയുന്ന ഈ ഒരൊറ്റ ഈക്വൽ ടു ഇട്ട് കൊടുത്താൽ എനിക്ക് അവിടെ 3 കാര്യങ്ങളാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ആദ്യത്തത് അതിന്റെ ഫോണ്ട് സ്റ്റൈൽ. ഫോണ്ട് സ്റ്റൈൽ ഇതാ ഞാൻ ടൈംസ് ന്യൂ റോമൻ കൊടുക്കുകയാണ്. നെക്സ്റ്റ് ആയിട്ട് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് കോമ, അതിന്റെ സൈസ് ഞാൻ 25 അല്ല 35 കൊടുക്കുകയാണ്. കോമ. നെക്സ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ബോൾഡ് ആണോ ഇറ്റാലിക് ആണോ എന്നൊക്കെയാണ്. ഞാനിതാ റൺ ചെയ്തു. ഇപ്പൊ എനിക്ക് നല്ല ഭംഗിയുള്ള പ്രൊഫൈൽ ക്രിയേഷൻ എന്നുള്ള ഒരു പേജ് വന്നില്ലേ? എനിക്ക് ഇത് മാറ്റിയിട്ട് വേണമെങ്കിൽ ബ്രാഡ്ലി ITC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെയും കൊടുക്കാട്ടാ. ബ്രാഡ്ലി ഹാൻഡ് ITC എന്ന് പറഞ്ഞിട്ടൊരു ഫോണ്ട് ഉണ്ട്. ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് എന്റെ ഫോണ്ട് സ്റ്റൈല് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെയും മാറ്റാൻ പോവാണ്. ഞാൻ ഇത് തന്നെ അങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇടാൻ പോവാണേ. എന്നിട്ട് ചെറിയ ചില ചേഞ്ചസ് ആണ് വരുത്തുന്നുള്ളൂ. ഇവിടെ ഞാൻ 35 എന്നുള്ളത് എന്താക്കാണ്? ഒരു 25 ആക്കുകയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഓവർ റൈറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ വൈ ഒന്നുകൂടെ താഴത്തേക്ക് ഇടാൻ പോവാണ്. 50 അല്ല, അതൊരു 100 ആക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ എന്താക്കാൻ പോവാണ്? 170 ആക്കുകയാണ്. മൊത്തത്തിൽ റൺ ചെയ്തപ്പോ എനിക്ക് ഫസ്റ്റ് നെയിമും ലൊക്കേഷനും ഒക്കെ കുറച്ച് അടിക്കടിക്കായി വന്നു. ഇനി ഇതിനെ ഞാൻ അടിയത്തേക്കും കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പൊ എല്ലാത്തിന്റെയും ഡിസൈനും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ താഴെയുള്ളത് ഞാനൊന്ന് കളറി ആക്കുന്നുണ്ടോ ഒന്നുമല്ല, നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഞാനിതാ താഴെയുള്ളതിനൊക്കെ ബ്ലൂ കൊടുക്കുന്നുണ്ട്, ഇൻഡിഗോ മാറ്റിട്ട്. അപ്പൊ നിങ്ങൾക്ക് കളേഴ്സിന്റെ ഒരു ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എന്തായി? ഇതൊക്കെ ബ്ലൂ ആയി, ഇത് വൈറ്റ് ആയി. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയി. നെക്സ്റ്റ് ആയിട്ട് എനിക്ക് വേണ്ടത് എന്താ? ഇതിപ്പോ ഫസ്റ്റ് നെയിമും ലൊക്കേഷനും ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്ത് വേണം? ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സും കൂടെ വരണം. ആ ടെക്സ്റ്റ് ബോക്സും കൂടെ
വന്നാലാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ടെക്സ്റ്റ് ബോക്സിന് നമ്മൾ പറയുന്നതാണ് എൻട്രി ഫീൽഡ്. എനിക്ക് എൻട്രി ഫീൽഡ് വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം, പക്ഷെ ഞാൻ ഫസ്റ്റ് നെയിമിന്റെ എൻട്രി ഫീൽഡ് ആണെന്ന് അറിയിക്കാൻ ഫസ്റ്റ് നെയിമിന്റെ അടിയിൽ തന്നെയാണ് ഞാൻ എൻട്രി ഫീൽഡ് ടൈപ്പ് ചെയ്യാനായിട്ട് പോണത്. അപ്പൊ ടെക്സ്റ്റ് ബോക്സിന് നമ്മൾ ടീക്കിൻഡർ ലാംഗ്വേജിൽ എൻട്രി എന്നാണ് പറയാ, എൻട്രി ബോക്സ്. അപ്പൊ ഞാനിവിടെ ടീക്കിൻഡർ ഡോട്ട് എൻട്രി എന്ന് കൊടുത്തിട്ട് ചുമ്മാ അങ്ങ് അടിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വരാൻ പോകുന്നില്ല, അതിന് ലൊക്കേഷൻ എവിടെയാന്ന് പറഞ്ഞു കൊടുക്കണം. ലൊക്കേഷൻ എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക? ഡോട്ട് പ്ലേസ്. ഇവിടെ നോക്കുക കേട്ടാ, ഇവിടെ നമുക്ക് y എന്ന് പറയുന്നത് എന്താ, ഇങ്ങനെയുള്ള ലെങ്ത് ആണ്. ലെങ്ത് സെയിം തന്നെ മതി, എക്സിന്റെ പൊസിഷൻ മാത്രമാണ് നമുക്ക് ഇവിടെ മാറ്റേണ്ടതായിട്ടുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇവിടെ x = 50 ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ x എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കിടക്കുക? ഞാൻ ഒന്നുകൂടെ ഒരു ഐഡിയ തരാം. x എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുന്ന് ഇങ്ങനെ നീക്കാനായിട്ടാണ് x എന്ന് പറയുന്നത്, മേലെന്ന് താഴേക്ക് കൊണ്ടുവരാനായിട്ടാണ് y എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ എക്സിനെയാണ് എനിക്ക് നീട്ടേണ്ടത്, കാരണം ഫസ്റ്റ് നെയിമിന്റെ എൻട്രി ബോക്സ് എനിക്ക് x മാത്രം നീട്ടിയാൽ മതി, y എന്ന് പറയുന്നത് സെയിം പൊസിഷൻ തന്നെ ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ y = 100 ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ y 100 തന്നെ മതി. എക്സിന്റെ പൊസിഷൻ ഞാൻ എന്താക്കാൻ പോവാണ്, ഒരു 175ഉം y = 100 തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. എന്തുണ്ടാവണേ നോക്കാം. അപ്പൊ അതെന്തുണ്ടായേ, എനിക്ക് കുറച്ചുകൂടെ നീട്ടണം. 175 ഒന്നും പോരാ, ഞാനൊരു 275 കൊടുത്തു. അപ്പൊ അതെന്തുണ്ടായേ, എനിക്ക് ടെക്സ്റ്റ് ബോക്സ് ഇച്ചിരി കൂടെ അങ്ങോട്ട് വന്നില്ലേ. പക്ഷെ ഇതിന്റെ ഫോണ്ട് സൈസ് വലുതായത് കൊണ്ട് തന്നെ ഈ 100 എന്നുള്ളത് കുറച്ചുകൂടെ അങ്ങോട്ട് താഴ്ത്തിയ ഒന്നുകൂടെ വൃത്തി ഉണ്ടാവും എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കൊണ്ട് ഞാൻ താഴ്ത്തുന്നു. കുറച്ച് കൂട്ടാം. ഇങ്ങനെയാണ് കേട്ടോ സൈസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാം. നിങ്ങളിങ്ങനെ നോക്കി 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 ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു കാര്യം നമുക്കുണ്ട്, വിഡ്ത്ത് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഈ ടെക്സ്റ്റ് ബോക്സിന്റെ വലുപ്പം ഇത്രയല്ലേ ഉള്ളൂ. എനിക്ക് ഇതിന്റെ വലുപ്പം കൂട്ടണമെങ്കിൽ ഇതിനകത്ത് വിഡ്ത്ത് = എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ വിഡ്ത്ത് = 20 യൂസ് ചെയ്തു, പോരാ എനിക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, 70 യൂസ് ചെയ്യാം. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ വിഡ്ത്ത് കൂടും. ഇപ്പൊ തൽക്കാലം എനിക്ക് അത്രക്കൊന്നും ആവശ്യമില്ല, ഞാനിത് ഒരു 50 ആണ് കൊടുക്കുന്നത്. 50 വേണ്ട, 40 ആവശ്യമില്ല, 30. ഓക്കെ, 30 ഓക്കെയാണ്. അപ്പൊ ഞാൻ ഈ എൻട്രി ഫീൽഡിന്റെ കോഡ് അതേപോലെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ എന്താക്കാൻ പോവാണ്, വൈയുടെ പൊസിഷൻ ഇവിടെ എത്ര ആണുള്ള 170. അപ്പൊ y 170 ആക്കാനായിട്ട് പോവാണ്. 170ലും കുറച്ചുകൂടെ കൂട്ടേണ്ടി വരും, കാരണം 170 എന്ന് പറയുമ്പോൾ കണ്ട ഇങ്ങനെ ടോപ്പിലാണ് വന്ന് കിടക്കുക. അതുകൊണ്ട് ഞാനൊരു 190 ആക്കി കൊടുക്കുക. ഇപ്പൊ എന്തായി, എനിക്ക് എൻട്രി ഫീൽഡുകൾ വന്നു. ഇത് പോരാ, എനിക്കിനി സബ്മിറ്റ് ചെയ്യാൻ ഒരു ബട്ടൺ വേണ്ടേ ഇവിടെ. എനിക്കിത് സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യണ്ടേ. അപ്പൊ സബ്മിറ്റ് ചെയ്യാനുള്ള ബട്ടണ് നമ്മൾ ടീക്കിൻഡറിലെ ബട്ടൺ എന്ന് തന്നെയാണ് പറയാ. അപ്പൊ ഞാനിവിടെ ടീക്കിൻഡർ ഡോട്ട് ബട്ടൺ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ടെക്സ്റ്റ് = എന്ന് പറഞ്ഞിട്ട് ആ ബട്ടണിൽ എന്ത് ടെക്സ്റ്റ് വരണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ ടെക്സ്റ്റ് = എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോ എന്തെന്ന് എഴുതി വരേണ്ടത്, സബ്മിറ്റ് എന്ന് എഴുതി വന്നാൽ മതി. ഡോട്ട് പ്ലേസ് ഞാനിതാ x = ഒരു 225ഉം y = 250 കൊടുക്കുന്നുണ്ട്. ഞാൻ റൺ ചെയ്ത് നോക്കി. അപ്പൊ പൊസിഷൻ ഒക്കെ കറക്റ്റ് ആണ്, പക്ഷെ എനിക്ക് ഭംഗിയില്ല അത് കാണാൻ. അപ്പൊ ഞാൻ ഇതേ സെയിം സംഭവം തന്നെയാണ് ഇവിടേക്കും കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. ആ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. ഇതിനെതാ ഞാൻ കോപ്പി ചെയ്തു, ഇങ്ങോട്ടേക്ക് പേസ്റ്റ് ചെയ്തു. ഇനി ഇതാ ഞാൻ റൺ ചെയ്യാണ്. അപ്പൊ നോക്കിയേ, സബ്മിറ്റ് ബട്ടൺ വന്നു. എനിക്ക് വേണമെങ്കിൽ സബ്മിറ്റ് ബട്ടൺ വേറെ കളർ കൊടുക്കാം, റെഡും യെല്ലോയും. കളർഫുൾ ആവട്ടെ അങ്ങോട്ട്, എന്താ കളർ, റെഡും യെല്ലോയും കൊടുത്തു. ഇപ്പൊ എനിക്ക് എന്താണ്ടായേ, രണ്ടും മൾട്ടി കളേർഡ് ആയില്ലേ. ഇനി എനിക്ക് എന്ത് വേണം, ഇപ്പൊ സബ്മിറ്റ് ബട്ടൺ ഒക്കെ ഓക്കെ ആയി. ഒരു കാര്യം കൂടെ ഞാൻ ചിന്തിച്ചല്ലോ പറയാൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ബേസിക് പ്രൊഫൈൽ ക്രിയേഷനിൽ പറയാനുള്ളത്. ഇപ്പൊ എങ്ങനെയാണ് ബേസിക് ആയിട്ട് ഒരു ടീക്കിൻഡറിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാന്ന് മനസ്സിലായില്ലേ. സബ്മിറ്റ് ബട്ടൺ വരായി. പക്ഷെ ഇവിടെ ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് അടിക്കുമ്പോൾ എനിക്കൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ആക്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. ഇനി ഇവിടെ ഞാൻ വേറൊരു കാര്യമാണ് പറഞ്ഞുതരാൻ പോണേ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട്. ഇപ്പൊ ഈ ടീക്കിൻഡർ ഡോട്ട് ലേബൽ ടെക്സ്റ്റ് = പ്രൊഫൈൽ ക്രിയേഷൻ എന്ന് കൊടുത്തില്ലേ, അത് തന്നെ ഇനി ഏറ്റവും ബെറ്റർ, അതായത് നമുക്ക് ഇതിലെ വാല്യൂസ്, ഈ എൻട്രി ഫീൽഡിന്റെ വാല്യൂസ് ഒക്കെ വീണ്ടും റീയൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്.
അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് സേവ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. വേരിയബിളിലേക്ക് സേവ് ചെയ്യുകയാണെങ്കിൽ എനിക്കത് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ ടീക്കിന്റെ ഡോട്ട് ലേബൽ ടെക്സ്റ്റ് ഈക്വൽ ടു പ്രൊഫൈൽ ക്രിയേഷൻ നോക്കല്ലേ, അത് തന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, എ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ബി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഓരോന്നിനും വേരിയബിൾ കൊടുക്കുക. ജസ്റ്റ് ഏതെങ്കിലും ഒരു വേരിയബിൾ ഈക്വൽ ടു ഇട്ട് കൊടുക്കുകയാണ്. ഡി ഈക്വൽ ടു ഇ ഈക്വൽ ടു എഫ് ഈക്വൽ ടു. ഇങ്ങനെ ചെയ്താലുള്ള ഒരു ഉപകാരം കൂടെ ഞാൻ പറഞ്ഞു തരട്ടെ. ഈ ഡോട്ട് പ്ലേസ് എന്നുള്ള ഇതിനോട് കൂടെ എഴുതാണ്ട് എനിക്ക് എൻ്റർ അടിച്ചിട്ട് എന്ത് ചെയ്യാ, എ ഡോട്ട് പ്ലേസ്. ഇത് ബി അല്ലേ, ബിക്ക് പൊസിഷൻ കൊടുക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാ, സെപ്പറേറ്റ് ആയിട്ട് ബി ഡോട്ട് പ്ലേസ്. സിക്ക് പൊസിഷൻ കൊടുക്കണമെങ്കിൽ സി ഡോട്ട് പ്ലേസ്. ഡിക്ക് പൊസിഷൻ കൊടുക്കണമെങ്കിൽ ഇത് തന്നെ എൻ്റർ അടിച്ച് ഡി ഡോട്ട് പ്ലേസ്. ഇക്ക് പൊസിഷൻ കൊടുക്കണമെങ്കിൽ ഇ ഡോട്ട് പ്ലേസ്. ഞാൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാലേ, SQLലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എന്ത് സാധ്യമല്ല, സെയിം വേരിയബിൾ, അതായത് ഇതിന്റെ ഒപ്പം ഡോട്ട് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കില്ലേ, അങ്ങനെ കൊടുക്കുന്നത് നമുക്ക് PyMySQLലേക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത് റൺ ചെയ്ത് നോക്കും, ഒരു ഡിഫറൻസും വരാനില്ല, സെയിം തന്നെയാണ്, ഒരു വ്യത്യാസം ഔട്ട്പുട്ടിൽ വരില്ല, ഒരൊറ്റ മാറ്റമുള്ളൂ. എന്താണ്, നമ്മുടെ കാര്യങ്ങളെല്ലാം ഒരു വേരിയബിളിലേക്ക് സേവ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ഒരു സിമ്പിൾ പ്രൊഫൈൽ ക്രിയേഷന്റെ ബേസിക് സിന്റാക്സ്. ഓക്കെ, ഇതാണ് ഒരു പ്രൊഫൈൽ ക്രിയേഷന്റെ ബേസിക് സിന്റാക്സ്. ഇത് ഇത്ര ഉള്ളൂ. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് SQLലേക്ക് എങ്ങനെയാണ് നമ്മുടെ ടീക്കിൻഡർ കണക്ട് ചെയ്യുന്നത്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇത് ഇവിടെ വെച്ച് എന്ത് ചെയ്യാം.